നമസ്തേ, പ്രീതാസ് ഗലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ വെച്ചിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള കറിയാണ്. നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്നതാണ് ഈ പപ്പായ. പുറത്ത് പോകുന്ന ആൾക്കാർക്കാണ് പപ്പായ പൈസയൊക്കെ കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ പപ്പായ വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാൻ അധിക സാധനങ്ങളൊന്നും വേണ്ട. കാണുമ്പോൾ നല്ല മസാലയും ഇതൊക്കെ ഉണ്ടെങ്കിലും അത് ഒരുപാട് മസാലകളൊന്നും ഇതിൽ ചേർക്കണില്ല. കുറച്ച് ചേരുവകളെ ഇതിൽ ചേർക്കണുള്ളൂ. പിന്നെ ഈ കറി ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനും എല്ലാറ്റിനും ഒരുപോലെ പോകുന്ന ഒരു അടിപൊളി കറി കൂടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ പപ്പായക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പപ്പായക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പപ്പായ എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയതൊന്നല്ല. പിന്നെ നല്ലോണം മൂത്ത പപ്പായനെക്കാട്ടിലും ഇതുപോലത്തെ പപ്പായ എടുക്കുന്നതാണ് കറി ഉണ്ടാക്കുമ്പോൾ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിതവിടെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് കനത്തിൽ ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വലുതാക്കിയിട്ടും കട്ട് ചെയ്യണ്ട. ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. എന്നാൽ നല്ല നൈസായിട്ടും കട്ട് ചെയ്യണ്ട. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തോളൂ. ഇതുപോലെ കട്ട് ചെയ്യണതാണ് കൂടുതൽ നല്ലത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് സവാളയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരൊറ്റ സവാള മതി. കുറച്ച് തേങ്ങയും കഷ്ടി ഒരു കപ്പോളം, ഒരു അരമുറി തന്നെ വേണ്ട അത്രയ്ക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. വലിയൊരു കഷ്ണം ഇഞ്ചിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നാടൻ ഇഞ്ചിയാണ്, അപ്പോൾ ഇത്രയ്ക്ക് മതി. നാടൻ ഇഞ്ചിക്ക് നല്ല മണമാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ അവിടെ എടുത്തു വെച്ച തേങ്ങ ഉണ്ടല്ലോ, ഇതിലെ തേങ്ങ മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നോൺ സ്റ്റിക്ക് അല്ലേ, അപ്പോൾ എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് അല്ല ചീനച്ചട്ടിയിലൊക്കെയാണ് ഈ തേങ്ങ വറുത്തെടുക്കണതെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തോളൂ. ഇപ്പം തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ടൊന്ന് ഒരുപാട് മൂത്തിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കളറ് മാറിയും കൊണ്ടിരിക്കുന്നില്ലേ. ഇപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, ഈ വെളുത്തുള്ളി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് നൈസായിട്ടൊന്നല്ല കട്ട് ചെയ്തെന്ന്, കുറച്ചൊക്കെ വലുതാക്കിയിട്ടാണ്. ഇതുപോലെ വലുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇഞ്ചി വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇതൊന്നുകൂടി ഒന്ന് വറുത്തെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ റോസ്മെൽ മാറുന്നത് വരെ ഒന്നും വറുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു വലിയൊരു കഷ്ണം പട്ട, ഈ പട്ടയൊന്ന് ഇതിലേക്ക് രണ്ടാക്കി പൊട്ടിച്ചതിന് ശേഷം ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പട്ട ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുക. ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറ് ഒന്നുകൂടി മാറി വന്നിട്ടുണ്ട്. ഈ അടിയിലെ പൊടി ഭാഗമൊക്കെ ഒന്ന് ചുമക്കനായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലായത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. കുരുമുളക് ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് കരിയണ്ട വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുക. മുളക് പൊടി ഇടുന്നതിന് കുറച്ച് മുന്നേ തന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ നല്ലോണം താത്തി വെച്ചിട്ടാണ് പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പൊടി കരിഞ്ഞു പോകരുത്. പപ്പായയിൽ പിന്നെ അധികം എരിവ് പിടിക്കില്ല. അപ്പം മുളക് പൊടി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊടികളൊക്കെ കരിഞ്ഞു പോവുകയുള്ളൂ. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെയിം പാൻ തന്നെ എടുത്തിട്ടുള്ളത്. വേറെ പാനിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നമ്മൾ തേങ്ങ വറുത്തിട്ടല്ലേ ഉള്ളൂ, അതിൽ മസാലയുടെ ഇരിപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ സെയിം പാനിനെ മതി. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, അത് ഞാനൊന്ന് വലുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ വലുതാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി, നൈസായിട്ട് കട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ ഇത് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ലോണം ഉലർത്തിയിട്ട് ഇട്ട് കൊടുക്കണം. ഈ സവാള ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള കുറച്ച് കനത്തിലാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഉലർന്ന് കിട്ടുക. അതാണ് നല്ലോണം കൈ കൊണ്ടൊന്ന് ഉലർത്തിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത്.
സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയാൽ മതി. ഇപ്പം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ച പപ്പായ ഉണ്ടല്ലോ, ആ പപ്പായ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പപ്പായ ഇട്ടതിന് ശേഷം പപ്പായ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ പപ്പായ വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് താത്തി വെച്ചിട്ട് പപ്പായ ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വഴറ്റി, നമ്മൾ അരയ്ക്കുമ്പോഴും ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇവിടെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇത് ഒന്ന് വഴറ്റുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ ഈ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ആദ്യം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുക, അതിന് ശേഷം അരച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് പപ്പായ വഴറ്റി കൊടുക്കാൻ മറക്കരുത്. ഇതാണ്ടില്ലേ, ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരയ്ക്കാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. തേങ്ങ അരപ്പ് റെഡി ആയപ്പോഴേക്കും നമ്മുടെ പപ്പായയും ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. പിന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് നല്ലോണം താത്തി വെച്ചുകൊണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ച് വെച്ച തേങ്ങാരപ്പുണ്ടല്ലോ, ഈ തേങ്ങാരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ല, നല്ല നൈസായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നൈസായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പപ്പായയിൽ അധികം എരിവ് പിടിക്കില്ല. പിന്നെ നമ്മളിതിൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കണില്ല. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ പൊടികളായിട്ട് ചേർത്തിട്ടുള്ളൂ. ഈ തേങ്ങ അരപ്പിൽ വെള്ളമൊക്കെ ഒന്ന് ചെറുതായി വറ്റി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ തേങ്ങ അരപ്പിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ വറ്റി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ മിക്സിയുടെ നമ്മുടെ നേരത്തെ അരച്ച മിക്സിയുടെ ജാറിലുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ആ വെള്ളവും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ പപ്പായയ്ക്ക് അധികം വേവൊന്നുമില്ല, കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പായനെ, വാടാത്ത പപ്പായനെ, വാടിയ പപ്പായൊക്കെ ആകുമ്പോഴാണ് വേവാൻ കുറച്ച് ടൈം എടുക്കുള്ളൂ. ഇപ്പോൾ പപ്പായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറി അതേ ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്, കളറും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് തേങ്ങാപ്പാലിൻ്റെ പൊടി കലക്കിയ പാലാണ്. ഈ പൊടി കലക്കിയ പാലാവുമ്പോൾ പാലിന് ഒരു വേവുണ്ട്. അപ്പോൾ അത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു 1-2 തിളപ്പിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രഷ് തേങ്ങയുടെ പാലാണെങ്കിൽ കൊഴുക്കന നല്ല അരച്ചിട്ട് നല്ല കൊഴുക്കന പാലെടുക്കുക. അപ്പോൾ അധികം തിളച്ച് കുറുക്കേണ്ട ആവശ്യമില്ല, തിള വരുമ്പോഴേക്കും വാങ്ങാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ തിളച്ച് കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല കൊഴുത്ത ഗ്രേവി ആയിട്ടുണ്ട്. ഇതുപോലെ ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇതിലേക്ക് ഊരിയിട്ട് കൊടുക്കാം. കുറച്ച് പൊടിയായി എരിഞ്ഞ മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താളിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കടുകും മുളകും കറിവേപ്പിലയൊക്കെ താളിച്ചൊഴിക്കാം. ഞാനിപ്പോൾ എണ്ണയൊന്നും അധികം യൂസ് ചെയ്യേണ്ടാച്ചിട്ട് താളിച്ചൊഴിക്കുന്നില്ല. അപ്പോൾ ഈ അടിപൊളി പപ്പായ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.